ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ഈ മാസം, അതായത് ഫെബ്രുവരി മാസം വരാൻ പോകുന്ന 4 പുതിയ വണ്ടികളെ പറ്റിയാണ്. ആൻഡ് ഇവിടെ തന്നെ നമുക്കിപ്പം ഈ അടുത്ത് കണ്ടൊരു വാഹനമുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയുടെ N-Line എന്ന് പറയുന്നൊരു വേർഷനാണ്. നമുക്കറിയാം ക്രെറ്റ ഫേസ് ലിഫ്റ്റ് ജസ്റ്റ് ഈ അടുത്ത് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ എന്നാൽ ഹ്യുണ്ടായി ആ വാഹനത്തിൻ്റെ ഒരു N-Line മോഡൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ അടുത്ത് അതിൻ്റെ TVC ഷൂട്ടിനിടയിൽ ആ വാഹനം മൊത്തമായിട്ട് ലീക്ക് ആവുകയും ചെയ്തായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒഫീഷ്യലായിട്ട് വന്നതല്ല, പക്ഷെ എന്നാലും ലീക്കായിട്ട് കിട്ടിയ നമുക്ക് കറക്റ്റ് ഇതുപോലത്തെ ഒരു രൂപത്തിലുള്ള വണ്ടി തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന ക്രെറ്റയുടെ N-Line മോഡലാണ്. ഡിസൈനിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. അതായത് കുറച്ചും കൂടി ഒരു സ്പോർട്ടി ടച്ച് ഈ വാഹനത്തിന് ഫ്രണ്ടിലത്തെ ബമ്പറിലായാലും ഗ്രില്ലിലായാലും അതുപോലെ തന്നെ ബാക്കിലത്തെ മൊത്തത്തിലുള്ള ഡിസൈൻ ആയാലും ഈവൻ ഇൻറ്റീരിയറിലായാലും പോലും കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. മൊത്തത്തിലൊരു റെഡ് തീമാണ് ഇതിനകത്ത് ഹ്യുണ്ടായി പിടിച്ചിരിക്കുന്നത്. അതിപ്പോൾ എക്സ്റ്റീരിയറിലാണെങ്കിലും ഇൻറ്റീരിയറിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഭയങ്കര ഡിസൈൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കുറച്ച് ട്രിം ലെവൽസിൻ്റെ ഒക്കെ വ്യത്യാസമുള്ളൂ. അതായത് ഇൻറ്റീരിയറിലാണെങ്കിലും എക്സ്റ്റീരിയറിലാണെങ്കിലും കുറച്ച് ട്രിം വ്യത്യാസമുണ്ട്. അകത്ത് കുറേയൊക്കെ റെഡ് ആക്സൻസ് അവരവരെ ഇവിടെയൊക്കെ ആയിട്ട് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയറിലാണെങ്കിലും നമുക്ക് കാണാം മൊത്തത്തിൽ വണ്ടിയുടെ സറൗണ്ട് ചെയ്യുന്ന രീതിയിലൊരു റെഡ് എലമെൻറ്റ് പോകുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ പുതിയ അലോയ് വീൽസ് കാണാം. ഇതിൻ്റെ സൈസ് എത്രയാണെന്ന് കറക്റ്റ് അറിയില്ല, പക്ഷെ എന്നാലും ഒറ്റ നോട്ടത്തിൽ അത് 18 ഇഞ്ച് അലോയ് വീൽസ് പോലെ തോന്നുന്നുണ്ട്. നമുക്കറിയാം സെൽട്ടോസിൻ്റെ അകത്ത് നമുക്ക് 18 ഇഞ്ച് അലോയ് വീൽസ് പണ്ട് X-Line വന്ന സമയം മുതൽ തന്നെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ക്രെറ്റയിൽ ആ സമയത്തും 17 ഇഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴും 17 ഉള്ളൂ. ഇനിയിപ്പോൾ ഈ N-Line മോഡലിലെങ്കിലും അവർ 18 ഇഞ്ച് കൊണ്ടുവരികയാണെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ നമുക്കറിയാം ഹ്യുണ്ടായുടെ N-Line മോഡൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അവർ സസ്പെൻഷനിലൊക്കെ ചെറുതായിട്ട് ട്വീക്ക് ചെയ്യാറുണ്ട്. അതായത് കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടുള്ളൊരു എക്സോസ് നോട്ടൊക്കെ കൊടുക്കാറുണ്ട്. ഈ വണ്ടിയിലും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇതുവരെ കണ്ട i20 N-Lineലും വെന്യൂ N-Lineലും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് വരാൻ പോകുന്നത് നമുക്കിപ്പോൾ ക്രെറ്റയിലുള്ള സെയിം 1.5 ലിറ്റർ TGDA പെട്രോൾ എഞ്ചിനായിരിക്കും. 160 PS പവറും 253 ന്യൂട്ടൺ ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ ഈ വാഹനം 7 സ്പീഡ് DCT വെച്ച് നമുക്കാകെ SX ഓപ്ഷണൽ ടോപ്പ് എൻഡിൽ മാത്രമേ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ N-Lineും കൂടെ ഇറങ്ങുമ്പോഴേക്കും അതിൻ്റെ അകത്ത് അവരൊരു പ്രോപ്പർ 6 സ്പീഡ് മാനുവലൊക്കെ വരണയിൽ കൊടുത്തപോലെ കൊടുത്തിരുന്നെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആയേനെ. പ്രത്യേകിച്ച് ഇത് സ്പോർട്ടി ആയിട്ട് അവർ കാണിക്കുന്ന ഒരു വാഹനമാണല്ലോ. പക്ഷേ എന്നാൽ ഇപ്പോൾ ഇതുവരെ കണ്ടിരിക്കുന്ന വാഹനത്തിലൊക്കെ 7 സ്പീഡ് DCT മാത്രമേ ഉള്ളൂ. എന്തായാലും ഇറങ്ങുന്ന സമയത്ത് ചെറിയൊരു പ്രീമിയം എമൗണ്ട് ഉണ്ടാവും. അറൗണ്ട് 50-60,000 ഈ വണ്ടിക്ക് നിങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇനി അടുത്തത് നമ്മുടെ XUV 300 ഫേസ് ലിഫ്റ്റ് ആണ്. ഒരു പക്ഷേ നിങ്ങൾ XUV 400 ഒരു അപ്ഡേറ്റഡ് മോഡൽ ഈ കഴിഞ്ഞ ജാനുവരിയിൽ വന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് കുറച്ച് ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. വലിയ ഡിസൈൻ ചേഞ്ച് ഒന്നും ഇല്ലായിരുന്നു. എക്സ്റ്റീരിയറിലൊക്കെ കാണാൻ സെയിം ആയിരുന്നു. പക്ഷേ എന്നാൽ 300 ഫേസ് ലിഫ്റ്റിൻ്റെ കേസിൽ അങ്ങനെ ആയിരിക്കില്ല. ഫ്രണ്ട് ഡിസൈനും റിയർ ഡിസൈനൊക്കെ അവർ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അതായത് മൊത്തത്തിലുള്ള അതിൻ്റെ ലൈറ്റ്സിൻ്റെ ഒക്കെ ഡിസൈനും അതുപോലെ അലോയ് വീൽസിൻ്റെ ഡിസൈൻ, പിന്നെ ഗ്രില്ല്, അതുപോലെ ബമ്പറിൻ്റെ ഡിസൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ട്. ഇതൊരു ഫേസ് ലിഫ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന വാഹനമാണ്. മറ്റത് പക്ഷേ 400 അപ്ഡേറ്റഡ് മോഡലായിരുന്നു. അതങ്ങനെ ഫേസ് ലിഫ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അതിൻ്റെ അകത്ത് ആകെ വ്യത്യാസം ഉണ്ടായിരുന്ന ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് പുതിയ സെൻറ്റർ കൺസോളൊക്കെ അതിൻ്റെ അകത്ത് വന്നു. അതായത് AC കൺട്രോൾസ് മാറി ഡ്യുവൽ സോൺ ആയി. അതുപോലെ പുതിയ 10 ഇഞ്ചസിൻ്റെ സൈസ് വരുന്ന ഇൻഫോടൈം സിസ്റ്റം വന്നു. അതുപോലെ തന്നെ പുതിയ 10 ഇഞ്ച് സൈസ് വരുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും വന്നു. ഇതൊക്കെ തീർച്ചയായും നമുക്ക് XUV 300 ഫേസ് ലിഫ്റ്റിലും ലഭിക്കുന്നതായിരിക്കും. അതിന് പുറമെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് LED ഹെഡ് ലാംപ്സ്, അതുപോലെ ഫുള്ളി LED ടെയിൽ ലാംപ്സ്. പിന്നെ അകത്താണെങ്കിലും നമുക്ക് നേരത്തെ മിസ് ഔട്ട് ആയി പോയിരുന്ന ഇപ്പം XUV 700 ഈ അടുത്ത് ആഡ് ചെയ്ത് വെന്റിലേറ്റഡ് സീറ്റ്സ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവരായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നും പറയാം. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ അവർക്ക് വയർലെസ് ചാർജർ ആഡ് ചെയ്യാം. പിന്നെ വയർലെസ് കണക്ടിവിറ്റി ഒക്കെ തീർച്ചയായും 10 ഇഞ്ച് വരുമ്പോൾ നമുക്ക് കിട്ടും, അതായത് ഇൻഫോടൈം സിസ്റ്റത്തിനകത്ത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവൽ സോണൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ആൻഡ് ഇതിൻ്റെ അകത്തും നമ്മൾ 400 കണ്ട പോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ കൺസോളിൻ്റെ ഏരിയയിൽ ഇൻറ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിൽ വ്യത്യാസം തീർച്ചയായും എവിഡൻ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. എക്സ്റ്റീരിയർ ഡിസൈൻ പിന്നെ നിങ്ങൾക്ക് സ്പൈ ഷോട്ട്സിലൊക്കെ കാണാൻ പറ്റുന്ന പോലൊക്കെ തന്നെയാണ്. അതായത് ചെറിയ രീതിയിൽ നമുക്ക് വ്യത്യാസം എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. ജസ്റ്റ് 400 പോലെ അവർ എക്സ്റ്റീരിയർ സെയിം ആക്കി വെച്ചിട്ട് ഇൻറ്റീരിയർ മാത്രമല്ല ഇപ്രാവശ്യം മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ സെയിം തന്നെയായിരിക്കും. 1.2 TGDA പെട്രോൾ, പിന്നെ ഇപ്പോൾ ഒരു 1.2 ടർബോയിൽ M-Falcon സീരീസിലുള്ള MPFI പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അതിന് ഇവർ കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ ടർബോ സ്പോർട്ട് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് TGDA കിട്ടുന്നുള്ളൂ. അതൊരു കിടിലൻ എഞ്ചിനാണ്, നല്ല പവർഫുൾ ആണ്. പിന്നെ 1.5 ലിറ്റർ ഡീസൽ, നല്ല ടോർക്ക് ആയിട്ടുള്ള എഞ്ചിൻ. അതൊക്കെ തീർച്ചയായും ഈ വാഹനത്തിൽ ഇനിയും അവർ കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇതാണ് നമ്മുടെ XUV 300 ഫേസ് ലിഫ്റ്റിൻ്റെ കാര്യങ്ങൾ. ഇനി അടുത്തത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ്. അതാണ് പുതിയ മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ 4th ജനറേഷൻ മോഡൽ. ഇതുവരെ നമ്മൾ പറഞ്ഞ ജസ്റ്റ് അപ്ഡേറ്റഡ് മോഡൽസ് ഫേസ് ലിഫ്റ്റൊക്കെ ആണെങ്കിൽ ഇതൊരു പ്രോപ്പർ ജനറേഷൻ ചേഞ്ച് വന്നിരിക്കുന്ന വാഹനമാണ്. പിന്നെ ജനറേഷൻ ചേഞ്ച് എന്ന് പറയുമെങ്കിലും നമുക്കിതിൻ്റെ അകത്ത് പുതിയ പ്ലാറ്റ്ഫോം ഒന്നും കിട്ടുന്നില്ല. സെയിം പഴയ ഹാർടെക് പ്ലാറ്റ്ഫോം തന്നെയാണ് വരുന്നത്. പക്ഷേ എന്നാൽ പോലും ഡിസൈനിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കാണാം. മെയിനായിട്ട് ഇതിൻ്റെ ബോഡി പാനൽസൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ബമ്പർ, ഫ്രണ്ടിലത്തെ ഗ്രില്ല്, അതുപോലെ അഗെയിൻ ഫ്രണ്ടിലത്തെ ബമ്പർ, ബാക്കിലത്തെ ടൈൽ ലാംപ്സ്, ഫ്രണ്ടിലത്തെ ടൈൽ ലാംപ്സ് ആൻഡ് മൊത്തത്തിലുള്ള ഒരു രൂപകൽപ്പന പഴയ 3rd ജൻ മോഡലുമായിട്ട് കുറച്ചൊക്കെ സിമിലാരിറ്റി ഉണ്ട്. അതിൻ്റെ കുറച്ചുകൂടി ഒരു ഇംപ്രൂവ്ഡ് വേർഷനായിട്ട് വേണമെങ്കിൽ പറയാം. ഇത് ഈ അടുത്ത് ജപ്പാനിലൊക്കെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ സെയിലൊക്കെ തുടങ്ങി. ഇന്ത്യയിൽ ഫെബ്രുവരി
ഫെബ്രുവരിയിൽ ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഓട്ടോക്കാർ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ലോഞ്ച് ഫെബ്രുവരിയിൽ ഉണ്ടാവുമോ എന്നുള്ളത് നമ്മളിനി കണ്ടറിയേണ്ടി വരും. പക്ഷേ എന്നാൽ പോലും ഫെബ്രുവരിയിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴായിരിക്കും മിക്കവാറും ഉണ്ടാകുന്നത്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ഈ വാഹനത്തിൽ നമുക്ക് പുതിയ 9-inch ഇൻഫോർടൈൻമെൻറ്റ്, പിന്നെ പണ്ടുണ്ടായിരുന്ന പോലെ ക്രൂസ് കൺട്രോൾ, അതുപോലെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, പിന്നെ പുതിയ ബലേനിലൊക്കെ വരുന്ന പോലെയുള്ള ക്ലസ്റ്റർ ഓൾ ഡിജിറ്റലൊന്നും അല്ല, നമുക്കിപ്പോഴും അനലോഗ് ആൻഡ് ഡിജിറ്റലിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതുപോലെ പുതിയ ഓട്ടോ AC കൺട്രോൾ പാനൽ ഇതിൻ്റെ അകത്ത് വരും. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നെ മെയിനായിട്ടുള്ള വ്യത്യാസം വരുന്ന എഞ്ചിൻ്റെ കാര്യത്തിലാണ്. തേർഡ് ജെന്നിന് വരെ K12 എഞ്ചിനാണ് കൊടുത്തത്. തേർഡ് ജെൻ പിന്നെ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഫിയറ്റ് സോസ്റ്റ് 1.3 DDIS എന്ന് പറയുന്ന ആ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു. പക്ഷേ again അത് 2020 BS6 ആയപ്പോൾ അവർ നിർത്തി. ആൻഡ് ഇതിനകത്ത് ഇതുവരെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന K12 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. അതായത് 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനായിരുന്നു. പക്ഷേ ഈ വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും അത് പോവുകയാണ്. അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ജനറേഷൻ Z12E എന്ന് പറയുന്ന 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഇനി ഇവർ ഇതിനകത്ത് കൊടുക്കാൻ പോകുന്നത്. അതൊരു ഡൗൺ ഗ്രേഡ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരു പരിധിവരെയാണ്. പക്ഷേ നമുക്കിപ്പം എമിഷൻ സ്റ്റാൻഡേർഡ്സ് അതുപോലെ തന്നെ ബാക്കി മൈലേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എഞ്ചിൻ 3 സിലിണ്ടർ ആക്കിയിരിക്കുന്നത് എന്നാണ് നമ്മുടെ സുസുക്കി പറയുന്നത്. പിന്നെ ഇതിനകത്ത് പവറും ടോർക്കും മറ്റത് K12 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. അതായത് 108 Nm ടോർക്കേ ഉള്ളൂ, അതുപോലെ 82 PS പവറേ ഉള്ളൂ. ശരിക്കും പെർഫോമൻസ് എങ്ങനെയാണ്, അതുപോലെ വൈബ്രേഷനൊക്കെ എങ്ങനെയാണ് എന്ന് വണ്ടി ലോഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് പറയാം. 4 സിലിണ്ടറിന് അത്ര റിഫൈൻഡ് ആയിരിക്കും എന്ന് എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ തോന്നുന്നില്ല. കാരണം സുസുക്കിയുടെ 4 സിലിണ്ടർ എഞ്ചിൻസൊക്കെ ഭയങ്കര സ്മൂത്താണ്. ഇനി അടുത്തത് ഈ കഴിഞ്ഞ ജാനുവരിയിൽ തന്നെ കാണിച്ചിട്ടുള്ള 2 വണ്ടികളാണ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. മറ്റൊന്നുമല്ല, നമ്മുടെ ടിയാഗോയുടെയും ടിഗോറിൻ്റെയും പുതിയ CNG വിത്ത് ഓട്ടോമാറ്റിക് കോമ്പിനേഷനാണ്. നമ്മൾ ഇതുവരെ CNG വണ്ടികൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ടാറ്റ ആണെങ്കിലും ഹ്യുണ്ടായി ആണെങ്കിലും അതുപോലെ മാരുതി സുസുക്കി പണ്ട് പോലെ CNG കൊണ്ടുനടക്കുന്ന കമ്പനിയാണ്. അവരും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു സംഭവമാണ് CNGയിൽ ഓട്ടോമാറ്റിക്കിൻ്റെ കോമ്പിനേഷൻ. ഇതിപ്പം ടിയാഗോയിലും ടിഗോറിലുമാണ് ടാറ്റ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചറിൽ മറ്റുള്ള വണ്ടികളിലും, അതായത് ഇപ്പം അൾട്രോസ്, പഞ്ച്, ഇനി ഈവൻ നമ്മുടെ നെക്സോണിൻ്റെ CNG വരുന്നുണ്ട്. അതിനകത്തൊക്കെ അവർ ഓട്ടോമാറ്റിക് ഓൾറെഡി ഇതിനകത്ത് കൊണ്ടുവന്നതുകൊണ്ട് അത് കൊണ്ടുവന്നുകൂടായിക്കൊന്നുമില്ല. കാരണം ആദ്യം ടിയാഗോയിലും ടിഗോറിലുമാണ് ഇവരുടെ iCNG എന്ന് പറയുന്ന ടെക്നോളജി. അതായത് ആദ്യം CNG വന്ന ഈ 2 വണ്ടികളിലാണ്. അത് കഴിഞ്ഞൊരു പഞ്ച് അൾട്രോസ് ആയപ്പോഴേക്കും ട്വിൻ സിലിണ്ടർ ടെക്നോളജി ആയി. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓട്ടോമാറ്റിക് വന്നത് മറ്റുള്ള വണ്ടികളിലും വരാനുള്ള സാധ്യതയുണ്ട്. ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു നല്ല കോമ്പിനേഷനാണ്. കാരണം ആൾക്കാർ CNG എടുക്കുന്ന റണ്ണിങ് കോസ്റ്റിന് വേണ്ടിയാണ്, അതായത് റണ്ണിങ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി. പക്ഷേ അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ഇതുവരെ നമുക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ആ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു കൺവീനിയൻസ് സിറ്റി ഡ്രൈവിങ്ങിലൊക്കെ നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ എന്നാൽ ഈ വണ്ടിയുടെ കാര്യത്തിൽ ആ ഒരു പ്രശ്നമേ വരുന്നില്ല. കാരണം സിറ്റിയിലാണെങ്കിലും ഈവൻ ലോങ് ഒക്കെ പോവുകയാണെങ്കിലും ക്ലച്ചിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. AMT ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അത് 1.2 NA പെട്രോളിൻ്റെ കോമ്പിനേഷനിലാണ് കിട്ടുന്നത്. ഇതിനകത്ത് ഉണ്ടായിരുന്ന സെയിം റെബട്ടൺ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. അതിപ്പം 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് അത്ര സ്മൂത്തൊന്നും ആയിരിക്കില്ല. AMT ആയതുകൊണ്ടും CNG ആയതുകൊണ്ടും ഷിഫ്റ്റൊക്കെ കുറച്ച് സ്ലോ ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും ജസ്റ്റ് കൺവീനിയൻസിന് വേണ്ടി എടുക്കുന്നവർക്കാവുന്ന ഒരു വിഷയമായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ചോയ്സാണ്. ഇതിൻ്റെ പ്രൈസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഫെബ്രുവരിയിലാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസും ഡെലിവറിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് ഈ മാസം വരാൻ പോകുന്ന 4 പുതിയ വണ്ടികൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.